MOM10 ഇംപ്ലാന്റബിൾ പ്രോസ്തസിസിനെ കുറിച്ച് അതർ മെഡിക്കൽ ഡിവൈസസിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സർജിക്കൽ പ്രൊസീജിയറിൽ കൂടെയോ മറ്റുമൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ സ്ഥാപിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള സംവിധാനങ്ങളെയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് അതർ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ ഒരു ന്യൂനതയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ അത് നിയമാനുസൃതമായുള്ള ക്രൈറ്റീരിയ, സയൻറ്റിഫിക് ക്രൈറ്റീരിയസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അതിപ്പം നമ്മളൊരു പല്ല് പോയ സ്ഥലത്ത് പുതിയ പല്ല് വയ്ക്കുന്നതാണെങ്കിലും, ഹാർട്ടിൻ്റെ വാൽവ് മാറി വയ്ക്കുന്നതാണെങ്കിലും, മുട്ട് ജോയിൻറ്റോ ഇടുപ്പല്ലോ ഒക്കെ മാറി വയ്ക്കുന്ന പരിപാടികൾ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഓരോ ഐറ്റത്തിൻ്റെ കാര്യത്തിലും നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ റെക്കഗ്നൈസേഷൻസ് ഉള്ള അല്ലെങ്കിൽ അപ്രൂവൽസ് ഉള്ള സ്പെസിഫിക് ഐറ്റംസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഈ ഒരു സ്റ്റാൻഡേർഡിൽ പ്രധാനമായിട്ടും പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊന്നതാണ്. മൊത്തം 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ ഒരു അച്ചീവ്മെൻറ്റ് 4 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റുമാണ്. ഈ ഒരു നമ്മുടെ ഹോസ്പിറ്റലിലെ ഇംപ്ലാൻസിനെ കുറിച്ചുള്ള ഒരു ഇംപ്ലാൻസിൻ്റെ യൂസിനെ കുറിച്ച് ഒരു ഡോക്യുമെൻറ്റഡ് ഇൻഫർമേഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഇംപ്ലാന്റബിൾ പ്രോസ്തോസിസും മെഡിക്കൽ ഡിവൈസസും എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതിനെ കുറിച്ച് കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ ബേസ് നമുക്കുണ്ടാവണം. പേഷ്യൻസിൻ്റെയും ഫാമിലിയുടെയും ഏതെങ്കിലും ഒന്ന് വ്യക്തമായ കൗൺസിലിംഗ് നടത്തി അവരുമായിട്ട് ഈ കാര്യങ്ങളുടെ ഉപയോഗത്തെപ്പറ്റി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവണം നമ്മൾ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിതിൻ്റെ ഇൻഫർമേഷൻസ് മെഡിക്കൽ റെക്കോർഡ്സിലുണ്ടാവണം. നമുക്കതിന് രജിസ്റ്റർ ഉണ്ടാവണം. ഡിസ്ചാർജ് സമ്മറിയിൽ, ഇതൊരു സർജറി വഴിയൊക്കെ ആയിരിക്കും ഇംപ്ലാന്റ് ചെയ്യുക. സോ നമുക്ക് ആ ഡിസ്ചാർജ് സമ്മറിയിലും നമ്മുടെ ലോഗ് ബുക്കിലും പേഷ്യൻ്റെ മെഡിക്കൽ റെക്കോർഡ്സിലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബാച്ചും സീരിയൽ നമ്പറും മറ്റ് ഇൻഫർമേഷൻസും മാനുഫാക്ചർ ഉൾപ്പെടെ കാര്യങ്ങളുണ്ടാവണം. ഏതെങ്കിലും കാരണവശാൽ ഒരു സെറ്റ് ഓഫ് ഇംപ്ലാന്റബിൾ പ്രോത്തോസിസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട്, റീകോൾ ചെയ്യാനായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു റെക്കോർഡ് വേണം. അത് എഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യണം. MOM10 ഇംപ്ലാന്റബിൾ പ്രോസ്തോസിസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ഷാൾ ബി യൂസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ലേഡ് ഡൗൺ ക്രൈറ്റീരിയ. അതിൽ നമുക്ക് 10A, 10B, 10C, 10D, 10E 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ D വരെ കമ്മിറ്റ്മെൻറ്റും ഈ അച്ചീവ്മെൻറ്റുമാണ്. നമുക്കതിൻ്റെ വിശദമായ ഡിസ്കഷനിലേക്ക് കിടക്കുക. ഓർക്കണേ, ഇത് പലപ്പോഴും വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഒരു കാര്യമാണ്. പക്ഷേ വളരെ കൃത്യമായ മെഡിക്കൽ അഡ്വൈസുകൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് മെറ്റൽ വെച്ചോ പ്ലാസ്റ്റിക് വെച്ചോ മറ്റേതെങ്കിലുമൊക്കെ സിറാമിക് വെച്ചോ ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളായതുകൊണ്ട് തന്നെ അതിന് സംഭവിക്കാൻ സാധ്യതയുള്ള ഹ്യൂമൻ ഇൻട്രാക്ഷൻസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ആവശ്യമാണ്. നമ്മളത് കൗൺസിൽ ചെയ്തിരിക്കണം നമ്മുടെ പേഷ്യൻസിൻ്റെയും ബന്ധുക്കളെയും. ഓക്കെ.